നമസ്കാരം. ശബരിമലയെയും കേരളത്തെയും ശരിക്കും സംഘർഷഭൂമിയാക്കി മാറ്റിയ യുവതീ പ്രവേശനത്തിൽ പോലീസും സർക്കാരും നടത്തിയത് 7 ദിവസത്തെ അതീവ രഹസ്യ നീക്കങ്ങൾ. ഇതിനായി ഇവരെ പോലീസ് തന്നെ വിവിധ താവളങ്ങളിൽ മാറി മാറി താമസിപ്പിച്ചു. എല്ലാം ഉന്നതരായ SP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ അതീവ രഹസ്യ നിരീക്ഷണത്തിൽ. 2018 ഡിസംബർ 24-ന് യുവതികൾ ശബരിമലയിലെത്തുകയും പ്രതിഷേധമുണ്ടാക്കുകയും ചെയ്തതിനെ തുടർന്ന് പോലീസ് ആഭ്യന്തര വകുപ്പിന്റെ നിർദ്ദേശം തേടിയിരുന്നു. അന്നു മുതൽ പോലീസ് നടത്തിയ ആസൂത്രിതമായ നീക്കമായിരുന്നു ഇത്. എന്നാൽ ഇത്തരത്തിൽ യുവതികളെ ഒളിപ്പിച്ചു കടത്തുന്ന വിവരം പിണറായി വിജയനും ചുരുക്കം ചില മന്ത്രിമാർക്കും അറിയാമായിരുന്നു. എന്നാൽ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ ഈ വിവരം പൂർണ്ണമായി അറിയിച്ചിരുന്നില്ല. കാരണം അദ്ദേഹം മുൻപ് യുവതീ പ്രവേശനത്തിൽ ചില വിരുദ്ധ അഭിപ്രായങ്ങൾ പറഞ്ഞതിനാലാണ്. എന്നാലും ബിന്ദുവും കനകദുർഗയും മല ചവിട്ടുന്ന വിവരം രഹസ്യമായി മറ്റ് മന്ത്രിമാർ വഴി കടകംപള്ളി അറിയുകയായിരുന്നു. തുടർന്നായിരുന്നു യുവതികൾ ശബരിമലയിൽ പോകരുതെന്ന് അദ്ദേഹം പ്രസ്താവന ഇറക്കിയത്. മുഖ്യമന്ത്രി ഇത് തിരുത്തുകയും ചെയ്തിരുന്നു. 7 ദിവസം യുവതികളെ പോലീസ് നിയന്ത്രണത്തിൽ കോട്ടയം ജില്ലയുടെ അതിർത്തിയിലുള്ള താമസ സ്ഥലത്തെത്തിച്ചു. പിന്നീട് സ്ഥലങ്ങൾ മാറി. ഉന്നത ഉദ്യോഗസ്ഥർക്ക് മാത്രമാണ് വിവരങ്ങൾ അറിയാമായിരുന്നത്. കോട്ടയം SP ഹരിശങ്കർ IPS ചുമതല എന്നാണ് വൈകി വരുന്ന റിപ്പോർട്ടുകൾ. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.